CA കോഴ്സ് BCom ഡിഗ്രി ഇതൊരു മാസ് കോമ്പിനേഷനാണ്. ഏറ്റവും കൂടുതൽ CA സ്റ്റുഡൻസ് അവരുടെ കോഴ്സിൻ്റെ കൂടെ ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ് BCom. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, സിലബസ് മാച്ചിങ് തന്നെയാണ്. നമുക്ക് CA ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിലുള്ളൊരു സിലബസിൻ്റെ ഒരുപാട് ഏരിയാസ് BComൽ വരുന്നതുകൊണ്ട് തന്നെ അവർക്കത് ഈസിലി പാസ്സായി പോകാവുന്നതാണ്. എന്തിനാണ് CA സ്റ്റുഡൻസ് ആക്ച്വലി BCom ചെയ്യുന്നത് CAയുടെ കൂടെ? മെയിൻലി 2 റീസൺസ് ആണ് അതിനുള്ളത്. ഒന്നൊരു പ്ലാൻ ബി ആയിട്ടാണ് അവർ CA കോഴ്സിൻ്റെ കൂടെ BComനെ കാണുന്നത്. 2 ഒരു എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ. ഈ റീസൺസ് കൊണ്ടാണ് എല്ലാവരും BCom പോലത്തെ ഒരു കോഴ്സ് CAൻ്റെ കൂടെ ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ എപ്പോഴാണ് BCom പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്? ഫൗണ്ടേഷൻ്റെ കൂടെയാണോ, അതോ ആഫ്റ്റർ ഇൻ്റർ ആണോ, ആഫ്റ്റർ ആർട്ടിക്കിൾഷിപ്പ് ആണോ? ഇതൊക്കെ ഓരോരുത്തരുടെ ഓരോ ചോയ്സാണ്. വൺ തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് നമ്മൾ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എക്സ്ട്രാ കോഴ്സ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് ടു വിത്ത് ദ പെർമിഷൻ ഓഫ് പ്രിൻസിപ്പൽ ആസ് വെൽ ആസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമ്മൾ BCom ചെയ്യും? ലെറ്റ് മീ ടെൽ യു എ ഹാക്ക്. ഇഫ് യു ആർ എ CA സ്റ്റുഡൻറ്റ്, 10ഓളം സബ്ജക്റ്റുകൾക്ക് ഡിഗ്രി കോഴ്സിൽ എക്സംഷൻ ക്ലെയിം ചെയ്തിട്ട് ബാക്കിയുള്ള സബ്ജക്ട്സുകൾ മാത്രം എഴുതിക്കൊണ്ട് BCom സെക്യൂർ ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. 23rd മെയ്ക്ക് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയും NAC A++ അക്രഡിറ്റേഷനുമുള്ള IGNOU യൂണിവേഴ്സിറ്റി ഒരു നോട്ടിഫിക്കേഷൻ പുറത്തുവിടുണ്ടായി. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം CAയുടെ ഡിഫറെൻറ്റ് ലെവൽസ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് 10ഓളം സബ്ജക്റ്റുകൾക്ക് BComൽ എക്സംഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. അഥവാ ബാലൻസ് സബ്ജക്ട്സ് മാത്രം നമ്മൾ എഴുതുന്നതോടെ നമുക്ക് BCom ഡിഗ്രി ലഭിക്കുന്നതാണ്. ഇഫ് യു ആർ പ്ലാനിങ് ഫോർ എ BCom ഡിഗ്രി, നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് IGNOU BCom. അപ്പോൾ സബ്ജക്റ്റ് വൈസ് എക്സംഷൻ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്ന നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെക്ക് ഇറ്റ് ഔട്ട്.